ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായിട്ടുള്ളൊരു ഗെയിൻ്റെ സെഷനാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. 17,603 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 17,686 വരെ ഹൈ പോയി. തുടർന്ന് 17,655 വരെയാണ് മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ആയത്. ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, UPL, SBI, ICICI ബാങ്ക് ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് പെർഫോമറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ബാങ്കിങ് സെക്ടറുകളായിരുന്നു ഇന്ന് ടോപ്പ് പെർഫോമറായിട്ട് കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് പ്ലോട്ട് ആയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ആ പ്രീവിയസ് ഹൈനെയൊക്കെ ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ പുതിയൊരു ഹയർ ഹൈ മാർക്കറ്റിൽ ഇപ്പോൾ ഫോം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഒരു നിഫ്റ്റിയിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ട്രെൻഡിനുള്ള ചാൻസസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RSI ഇൻഡിക്കേറ്ററിലെ വാല്യൂ ഇപ്പം ഓവർബോട്ട് റീജിയനിലാണ് നിൽക്കുന്നത്. ഏകദേശം 71 മുകളിലാണ് ഇപ്പം RSI ഇൻഡിക്കേറ്ററിലെ വാല്യൂ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഡെയിലി ചാർട്ടിൽ മാത്രമല്ല, നമ്മളിപ്പം വീക്ക്ലി ചാർട്ടിലേക്ക് വരികയാണെങ്കിലും ഈ ഒരാഴ്ചത്തെ നിഫ്റ്റിയുടെ മുഴുവൻ പെർഫോമൻസ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ട്രെൻഡ് തുടരാനുള്ള സാധ്യതകളാണ് മാർക്കറ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഈ വരുന്ന 31-ാം തീയതി, ഓഗസ്റ്റ് 31-ാം തീയതി ഏപ്രിൽ ജൂൺ ക്വാർട്ടറിൻ്റെ GDP ഡാറ്റ പുറത്തു വരികയാണ്. അന്ന് GDP റിസൾട്ട്സ് അനൗൺസ് ആകും. അപ്പോൾ മിക്ക അനലിസ്റ്റുകളും അതുപോലെ തന്നെ മിക്ക ബ്രോക്കറേജ് ഫേമുകളും ഒരു GDPയിൽ ഒരു ഡീഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു കുറഞ്ഞ GDP ആണ് ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടാവുക. പ്രത്യേകിച്ചും ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റുകളൊക്കെ കൂടുതൽ നിന്ന ക്വാർട്ടർ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞൊരു GDP ആയിരിക്കും. അതുമാത്രമല്ല, RBI ഗവർണറിൻ്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ അതിലും ഒരു GDPയിൽ ഒരു കുറവുകളാണ് അദ്ദേഹവും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു GDP നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു റിസൾട്ട്സുകൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ശ്രദ്ധിക്കാനുള്ളൊരു, എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു ന്യൂസും ഈ ഒരു GDPയുടെ റിസൾട്ട്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസ് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കറക്ഷൻ ഒരുപക്ഷെ മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുമാത്രമല്ല, ഈ RSI ഇൻഡിക്കേറ്റർ ഓവർബോട്ട് റീജിയനിൽ പോയതുകൊണ്ട് അതിലും ഒരു കറക്ഷൻ വരാനുള്ള സാധ്യതകൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിനു മുമ്പുള്ള ഒരു ട്രെൻഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, എപ്പോഴൊക്കെ ഇത് ഓവർബോട്ട് റീജിയനിലേക്ക് പോയിട്ടുണ്ടോ പിന്നീട് ഒരു ചെറിയ കറക്ഷൻ മാർക്കറ്റിൽ നടന്നിട്ടുണ്ട്. പിന്നീടാണ് ഒരു അപ് ട്രെൻഡ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു അനാലിസിസിലേക്ക് കൊണ്ടുവരിക. ഇനി അതുപോലെ തന്നെ നിഫ്റ്റിയിൽ മാത്രമല്ല, ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിലും ഇന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിൻ കൊടുത്ത സെക്ടർ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സെക്ടറുകളായിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു ആ ഒരു അപ്പർ ബാൻഡിനൊക്കെ കട്ട് ചെയ്താണ് മാർക്കറ്റ് പോയത്, നിഫ്റ്റി ബാങ്ക് പോയിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് തുടർന്ന് ഇപ്പോൾ നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് ആണ് ബാങ്ക് നിഫ്റ്റിയിലും കാണാനുള്ളത്. ബാങ്ക് നിഫ്റ്റിയിലും ഓവർബോട്ട് റീജിയനിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യവും നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. അതുകൊണ്ട് ഒരു കറക്ഷനുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതേ തുടർന്ന് നിങ്ങൾ ഈ ഒരു ചാർട്ട് വാച്ച് ചെയ്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിലെ സ്റ്റോക്കുകൾ അനാലിസിസിന് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തായിട്ട് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ US മാർക്കറ്റിൽ ഇതിലൊരു മിക്സഡ് ട്രെൻഡ് ആയിരുന്നു. നാസ്ഡാക്ക് 39 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് എൻഡ് ആയത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലാം തന്നെ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലോട്ട് പയ്യെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. എന്നിരുന്നാലും ഒരു ബോർഡർ റേഞ്ചിലാണ് എല്ലാ മാർക്കറ്റും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ വരുമ്പോൾ ഒരു മിക്സഡ് ട്രെൻഡ് കാണുന്നു. SGX നിഫ്റ്റി ഇപ്പം ബോർഡറിൽ ട്രേഡ് ആവുന്നു. 16 പോയിൻറ്റ്സ് ഡൗണിലാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു വർധനം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ന്. ഇനി അതുപോലെ തന്നെ രൂപയുടെ മൂല്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗെയിൻ ആയിരുന്നു ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് ഉണ്ടായത്. 73.39 ഇന്നൊരു രൂപയുടെ മൂല്യം ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെയും ഇന്നും തുടർച്ചയായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. നെറ്റ് പർച്ചേസാണ് അവരുടെ ഭാഗത്തുനിന്ന് നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു മാസം ഓഗസ്റ്റ് മാസം മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ അവർ ഒരു പോസിറ്റീവ് ഗ്രീൻ സോണിലാണ് നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു മാസം മാത്രമല്ല, കഴിഞ്ഞ മാസം ജൂലൈയിലും ഓഗസ്റ്റും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ ഒരു നെറ്റ് പർച്ചേസിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കാണാനുള്ളത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വിത്ഡ്രോവൽ തന്നെയാണ് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ നോക്കുകയാണെങ്കിൽ ജൂലൈയിലും ഓഗസ്റ്റിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള വിത്ഡ്രോവലാണ് ഇവരുടെ ഭാഗത്തുനിന്നും മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഹൈ വോളിയത്തിലുള്ള സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ലാർജ് ക്യാപ്പിൽ വോഡാഫോൺ ഐഡിയ, NMDC, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക് ഇങ്ങനെ കുറേ സ്റ്റോക്കുകളുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു ഹൈ വോളിയത്തിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു ബാങ്ക് നിഫ്റ്റിയിലെ ഒരു പെർഫോമൻസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഒരു കുറച്ച് സ്റ്റോക്കുകൾ നമ്മുടെ ഒരു അനാലിസിസിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ SBIൻ്റെ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു RSI ഓവർബോട്ട് റീജിയനിലേക്ക് പോയി എന്നുള്ളതാണ്. എന്നിരുന്നാൽ നല്ല സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് ക്യാൻഡിൽസ് ആണ് കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊരു ഇതിനെ 224 മുകളിൽ ഒരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്ത് 225 മുകളിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതകളുണ്ട്. ഈ SBI മാത്രമല്ല, നിങ്ങൾ ബാങ്കിങ് സ്റ്റോക്കുകൾ കുറേ ഒന്ന് അനലൈസ് ചെയ്യുക. ആക്സിസ് ബാങ്ക് നോക്കിയാലും ഇൻഡസ്ഇൻഡ് ബാങ്ക്, ICICI ബാങ്ക് എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു സിഗ്നൽസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകൾ നിങ്ങളുടെ അനാലിസിസിലേക്ക് നോക്കുക. ഇനി അതായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു ICICI ബാങ്കിൻ്റെ ഒരു ചാർട്ടിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ വീണ്ടും
ഒരു പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്താണ് ഈ ഒരു സ്റ്റോക്കും നിലനിൽക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റോക്ക് നിങ്ങളുടെ ഒരു അനാലിസിസിൽ കൊണ്ടുവരിക. ഇൻഡസ്ഇൻഡ് ബാങ്കും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കും ഇതേ ഒരു ട്രെൻഡ് തുടരുന്നു. ഇനി അടുത്തായിട്ട് സൺഫാർമയുടെ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് പ്രീവിയസ് ഹൈയിൽ നിന്നൊരു ബ്രേക്ക്ഔട്ടുകൾ നടന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് കൺസിഡർ ചെയ്യുക. 556 മുകളിൽ ഒരു ഓപ്പണിംഗ് വരും ദിവസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതിലും ഒരു അപ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ UPLയുടെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിലും ഇതിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. ബ്രേക്ക്ഔട്ടുകൾ ഇതിലും നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെയും ഒരു അനാലിസിസിലേക്ക് കൊണ്ടുവരിക. ഇനി അതുപോലെ തന്നെ സിറ്റി യൂണിയൻ ബാങ്കിലും നല്ലൊരു അപ് ട്രെൻഡുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പ്രീവിയസ് ഹൈ, അതായത് അടുത്തൊരു റെസിസ്റ്റൻസ് സോണിൻ്റെ അടുത്താണ് ഉണ്ടായിരിക്കുന്നത്, ഏകദേശം 150 മുകളിൽ. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഔട്ടുകൾ നടക്കുകയാണെങ്കിൽ, ഇതിന് മുകളിൽ നിന്നൊരു ബ്രേക്ക്ഔട്ടുകൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെയും ഒരു അനാലിസിസിലേക്ക് കൊണ്ടുവരിക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RSI ഇൻഡിക്കേറ്ററിൽ ഇത് ഓവർബോട്ട് റീജിയനിൽ ട്രേഡ് ആകുന്നു എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ഇവരുടെ ഒരു സ്റ്റോക്കിലേക്ക് നോക്കുകയാണെങ്കിലും ഇതിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു സിഗ്നൽസാണ് കാണാനുള്ളത്. ഇപ്പോൾ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസിനൊക്കെ ഇപ്പോൾ അതിൻ്റെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു 42.50 മുകളിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു 2 രൂപ ഗെയിനിനുള്ളൊരു പോസിബിലിറ്റീസ് നിലനിൽക്കുന്നുണ്ട്. 2 രൂപയ്ക്കുള്ള ഒരു റാലി നിലനിൽക്കുന്നുണ്ട്. 44.55 അടുത്ത റെസിസ്റ്റൻസ് ലെവലുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ SBI കാർഡ്സിൻ്റെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിലും ഇതിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ട്രെൻഡുകൾ കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു SBI കാർഡ്സിൻ്റെ ഒരു ചാർട്ട് നോക്കുക. കാരണം ഒരു പ്രീവിയസ് ഹൈൻ്റെ അടുത്താണ് ഇന്ന് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൽ നിന്നും ഒരു ഏകദേശം ഒരു 842 മുകളിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുകയാണെങ്കിൽ, ബ്രേക്ക്ഔട്ടുകൾ നടക്കുകയാണെങ്കിൽ ഇതിലും ഒരു അപ് ട്രെൻഡുകൾ തുടരാനുള്ള സാധ്യതകൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇതിൽ മാത്രമല്ല സി എൻ്റർടൈൻമെൻറ്റിൻ്റെ ചാർട്ടും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ മണാലി പെട്രോൾ കെമിക്കലിൻ്റെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിലും അതിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു സിഗ്നൽസ് കാണുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നൊരു ബ്രേക്ക്ഔട്ടുകൾ നടന്നു കഴിഞ്ഞാൽ ഏകദേശം ബ്രേക്ക്ഔട്ടുകൾ നടന്നിട്ടുണ്ട് ആക്ച്വലി. അപ്പം ഇതിൽ നിന്നൊരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനൊരു അനാലിസിസ് കൊണ്ടുവരിക. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു റിവേഴ്സലിനുള്ളൊരു സിഗ്നൽ ഇട്ടിട്ടുണ്ട്. ഒരു ഇൻഡിസീവ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കാണുന്നത്. അപ്പോൾ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ 140 താഴേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡൗൺ ട്രെൻഡ് തുടരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് ഈ ഒരു ട്രെൻഡ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ അതേ തുടർന്നുള്ളൊരു ഡിസിഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട സ്റ്റോക്ക് അപ്ഡേറ്റുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരാഴ്ചത്തെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടറുകളായിരുന്നു ടോപ്പ് പെർഫോമറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരാഴ്ച. തുടർന്ന് മീഡിയ സെക്ടറും FMCG സെക്ടറായിരുന്നു ഈ ഒരാഴ്ച ഏറ്റവും കൂടുതൽ ലോസിലേക്ക് പോയത്. ഇനി അടുത്തായിട്ട് എഡിൽവൈസ് ഫിനാൻഷ്യൽ സർവീസിൻ്റെ അപ്ഡേറ്റുകളിലേക്ക് നോക്കുമ്പോൾ അവരവരുടെ വെൽത്ത് മാനേജ്മെൻറ്റ് ബിസിനസ്സിലുള്ള 51% സ്റ്റേക്കുകളും അവർ പഗാക് എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമിന് വിൽക്കുന്നു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള അപ്രൂവൽ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞൊരു ന്യൂസായിരുന്നു Allcargo ലോജിസ്റ്റിക്സ്. അവർ മാർക്കറ്റിൽ നിന്നും ഡീലിസ്റ്റ് ചെയ്യാനുള്ള പ്രൊപ്പോസലായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അവരുടെ ബോർഡ് മീറ്റിങ്ങിൽ അതിന് ബോർഡ് ഒരു അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു ഡീലിസ്റ്റിംഗ് ഡ്യൂ ഡെലിജൻസ് റിപ്പോർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻക വെഞ്ചേഴ്സിനെയാണ് അവർ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്യൂ ഡെലിജൻസ് റിപ്പോർട്ടൊക്കെ ഇവർ സബ്മിറ്റ് ചെയ്യുന്നതിനെ തുടർന്ന് ഇതിനെ തുടർ നടപടികൾ സ്വീകരിക്കും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് HCCയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് വേറൊരു കമ്പനിയായിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ ഇവർ ഏകദേശം 7402 കോടിയുടെ പ്രൊജക്റ്റുകൾ വിൻ ചെയ്തു എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നു. ഈ ഒരു ഓർഡറിൽ ഇവരുടെ കമ്പനിക്കുള്ള ഷെയർ നോക്കുമ്പോൾ 3337 കോടിയാണ് എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ പറയുന്നു. ഇനി അടുത്തായിട്ട് സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ്, ഇവർക്ക് വീണ്ടും ഏകദേശം ഒരു 37,000 വീൽസിൻ്റെ ഒരു ഓർഡർ യൂറോപ്യൻ കാരവാൻ ട്രെയിലർ മാർക്കറ്റിൽ നിന്ന് കിട്ടി എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഓർഡറിൻ്റെ വർത്ത് നോക്കുകയാണെങ്കിൽ 2.53 ലക്ഷം യൂറോസ് ആണ് എന്നും അപ്ഡേറ്റുകളിൽ പറയുന്നു. ഇനി അടുത്തായിട്ട് NMDCൻ്റെ Q1 റിസൾട്ട്സിലേക്ക് നോക്കുമ്പോൾ 41% ഡിക്ലൈൻ ആണ് ഇവർക്കുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ എബിഡയിലും 60% ഡിക്ലൈൻ വന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. ഇതിനുള്ള പ്രധാന കാരണം കൊറോണയുടെയും അതുപോലെ തന്നെ തുടർന്നുള്ള ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റുകളാണ് ഈ ഒരു റവന്യൂവിലൊക്കെ ഡിക്ലൈൻ വരാൻ കാരണമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് GMR ഇൻഫ്രയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ നോൺ എയർപോർട്ട് ബിസിനസ്സുകളെല്ലാം ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് മാറ്റാൻ പോവുകയാണ്. അതായത് കമ്പനിയിലൊരു റീസ്ട്രക്ചറിങ് പ്ലാൻ കൊണ്ടുവരാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു റീസ്ട്രക്ചറിങ് പ്ലാൻ വരുന്നതോടുകൂടി ഈ ഒരു കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് 10 ഷെയർ നിങ്ങൾക്ക് GMR ഇൻഫ്രയുടെ കയ്യിലുണ്ടെങ്കിൽ GMR പവറിലും അതുപോലെ തന്നെ അർബൻ ഇൻഫ്ര ഈ ഓരോ കമ്പനികളിലും ഓരോ ഷെയറുകൾ വീതം കിട്ടുമെന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തായിട്ട് ICICI സെക്യൂരിറ്റീസ്, ഇവരുടെ ഒരു അപ്ഡേറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവർ ഏകദേശം 2% സ്റ്റേക്ക് ഓപ്പൺ മാർക്കറ്റിൽ സെയിൽ ചെയ്തു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ പറയുന്നു ICICI സെക്യൂരിറ്റീസിൽ. കാരണം ആ ഒരു SBIൻ്റെ പ്രൊമോട്ടർ ഹോൾഡിങ്ങിന് ഒരു SBI നോംസിൻ്റെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ SBI നോംസ് അനുസരിച്ചുള്ള പ്രൊമോട്ടർ ഹോൾഡിങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പൺ മാർക്കറ്റിൽ ഒരു ട്രാൻസാക്ഷൻ നടത്തിയതെന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ.
അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പറഞ്ഞ സ്റ്റോക്കുകളും അതുപോലെ തന്നെ ന്യൂസുകളും നിങ്ങളുടെ ഒരു അനാലിസിസിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. പ്രത്യേകിച്ച് നമുക്കിനി ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഈ ഓഗസ്റ്റ് 31-ാം തീയതി പബ്ലിഷ് ചെയ്യാൻ പോകുന്ന GDP റിസൾട്ട്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ന്യൂസും ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റുകളോട് അറിയിക്കുക. പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.